ഈ കോൺഗ്രസ് തോൽക്കുന്നിടത്തെല്ലാം കോൺഗ്രസ് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് BJP EVM ഹാക്ക് ചെയ്തുകൊണ്ടാണ് BJP എല്ലായിടത്തും വിജയിക്കുന്നത്. അതല്ലാതെ ബാലറ്റ് പേപ്പറിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ജയിക്കത്തുള്ളൂ എന്നുള്ള വീരവാദം മുഴക്കുകയുണ്ടായിരുന്നു കോൺഗ്രസ് തോൽക്കുന്നിടത്തെ എല്ലാം തന്നെ. മുടന്തൻ ന്യായങ്ങളാണ് കോൺഗ്രസ് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ. പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ തെലങ്കാനയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ BJP ചരിത്ര നേട്ടം കുറിച്ചു എന്ന വാർത്ത എല്ലാവരും കേട്ടു. BJP വിജയിച്ചു. അതായത് 3-2 സീറ്റുകളും BJP നേടുകയും ഈ പറയുന്ന കോൺഗ്രസിന് സ്വന്തം തട്ടകത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലമായിട്ടുള്ള തെലങ്കാനയിൽ ഒന്നും കിട്ടാതെ വട്ടപൂജ്യത്തിലോട്ട് ആവുന്ന ഒരു അവസ്ഥയിലോട്ട് വരെ കാര്യങ്ങൾ എത്തി. അവിടെ BJPക്ക് 2 സീറ്റുകൾ നേടിയെടുക്കാനും സാധിച്ചു എന്നുള്ളത് ഞെട്ടിപ്പിച്ച ഒരു വാർത്ത തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രഹരമേൽക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ആ വാർത്തയ്ക്ക് പുറമെ മറ്റൊരു യാഥാർത്ഥ്യം കൂടി അവിടെ ഉണ്ടായിരുന്നു. അതായത് അവിടെ നടന്ന ഇലക്ഷൻ ബാലറ്റ് പേപ്പർ മുഖേനയായിരുന്നു എന്ന ഒരു ഞെട്ടിക്കുന്ന സത്യം കൂടി പുറത്തു വന്നിരിക്കുന്നു. അതായത് അവിടെ EVM വഴിയല്ല തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. അവിടെ നടന്നത് ബാലറ്റ് പേപ്പർ മുഖേനയാണ്. അതും കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്താണ് ബാലറ്റ് പേപ്പറിൽ BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരിക്കുന്നത്. അവിടെ കോൺഗ്രസിന് വട്ടപൂജ്യം, BJP അവിടെ 2 സീറ്റുകൾ നേടിയിരിക്കുന്നു എന്നുള്ള ചരിത്ര നേട്ടമെന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും. കാരണം കോൺഗ്രസ് ആവശ്യപ്പെട്ട പോലെ തന്നെ ബാലറ്റ് പേപ്പറിൽ സ്വന്തം തട്ടകത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുകയും അവിടെ BJP ചരിത്ര നേട്ടം കുറിക്കുകയും 2 സീറ്റുകൾ നേടുകയും കോൺഗ്രസിന് വട്ടപൂജ്യമാകുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് എന്തൊരു ഗതികേടാണ് എന്ന് പറയേണ്ടി വരും കോൺഗ്രസിൻ്റെ കാര്യമെന്ന് പറയുന്നത്. കാരണം അവർ പറഞ്ഞ പോലെ തന്നെ, അതായത് ബാലറ്റ് പേപ്പറിലും കോൺഗ്രസിനെ ശരിക്കും പറഞ്ഞാൽ 8 നിലയിലെന്നല്ല 16 നിലയിൽ പൊട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ BJP. EVM ഹാക്ക് ചെയ്താണ് BJP ജയിക്കുന്നത് എന്ന ആ ഒരു പറച്ചിലായിരുന്നു കോൺഗ്രസിന് എല്ലാ തോതിലും ഉള്ളത്. തോൽക്കുമ്പോഴത്തേക്ക് ധൈര്യമുണ്ടെങ്കിൽ ബാലറ്റ് പേപ്പറിൽ ഇലക്ഷൻ നടത്തി ജയിച്ചു കാണിക്കൂ എന്ന് നിലവിളിച്ച കോൺഗ്രസിനെ ശരിക്കും പറഞ്ഞാൽ അവർ തന്നെ ഭരിക്കുന്ന തെലങ്കാനയിലെ MLC ഇലക്ഷനിൽ ആകെയുള്ള 3-2 സീറ്റോടെ വമ്പൻ വിജയം കാഴ്ചവെച്ചു. കോൺഗ്രസിനാണെങ്കിൽ കിട്ടിയത് വട്ടപൂജ്യം. ഇതിനപ്പുറം ഒരു തിരിച്ചടി ഇനി കോൺഗ്രസിന് കിട്ടാനില്ല എന്ന് വേണം ഉറപ്പിക്കാനായിട്ട്. കോൺഗ്രസിനെ പോലും കണ്ണു തള്ളിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ തോതിലുള്ള ഒരു വിജയമായി പോയി തെലങ്കാനയിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു വിജയം എന്ന് പറയുന്നത്. കാരണം അട്ടിമറി വിജയമെന്ന് തന്നെ പറയേണ്ടി വരും. കോൺഗ്രസിൻ്റെ സീറ്റുകൾ ഉൾപ്പെടെയാണ് BJP അവിടെ നേടിയിരിക്കുന്നത്. അതായത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെ BJPയിലേക്ക് പോകുന്ന തരത്തിലൂടെ തെലങ്കാനയിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് തെലങ്കാന ടോട്ടലി BJP പാളയത്തിലേക്ക് മാറുന്നു എന്നതിനുള്ള ഒരു വലിയ സൂചനയാണ് ഇത് നൽകിയിരിക്കുന്നത്. അതായത് കോൺഗ്രസിന് ഒരു സംസ്ഥാനം കൂടി നഷ്ടപ്പെടാൻ പോകുന്നു. ഈ സംസ്ഥാനം, അതായത് തെലങ്കാന കൂടി ഇനിയിപ്പോൾ BJPയിലേക്ക് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്ന ഒരു വലിയ സൂചനയാണ് ഈ ഒരു MLC തെരഞ്ഞെടുപ്പിലൂടെ തന്നെ മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. എല്ലാ തരത്തിലും വൻ പരാജയമായി പോയി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെലങ്കാനയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം. അതായത് EVMലല്ല അവിടെ മത്സരം നടന്നത്, ബാലറ്റ് പേപ്പർ മുഖേന മത്സരം നടന്നിരിക്കുന്നു. കോൺഗ്രസിന് ഏറ്റവും ശക്തി കേന്ദ്രമായിട്ടുള്ള കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്ഥലമാണ് തെലങ്കാന എന്ന് പറയുന്നത്. ഈ പറയുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ തോതിലുള്ള ഒരു പ്രതിപക്ഷമൊന്നും തന്നെ BJP ആയിട്ടില്ല. പക്ഷേ കോൺഗ്രസിനെ എല്ലാ തരത്തിലും വിറപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ BJP. ഇത് വളരെ വലിയൊരു സൂചനയാണ് നൽകിയിരിക്കുന്നത്. കാരണം കോൺഗ്രസിന് ഈ ഒരു സംസ്ഥാനം നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. സ്വന്തം സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ 3-2 സീറ്റുകളും BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കോൺഗ്രസിന്റെ വെല്ലുവിളിയായിട്ടുള്ള ബാലറ്റ് പേപ്പറിൽ പോലും കോൺഗ്രസിന് വിജയിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനി കോൺഗ്രസിന് സത്യം പറഞ്ഞാൽ വാ തുറക്കാനുള്ള ഒരു അവസരമില്ല എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് ബാലറ്റ് പേപ്പർ എന്നുള്ള തരത്തിൽ. കാരണം ഇതിനു മുമ്പും ഒരു സ്ഥലത്ത് ഇതുപോലെ ബാലറ്റ് പേപ്പർ മുഖേന തിരഞ്ഞെടുപ്പ് നടന്നു. അത് എനിക്ക് തോന്നുന്നത് ഛത്തീസ്ഗഡിലാണെന്ന് തോന്നുന്നു. അവിടെയാണ് ബാലറ്റ് പേപ്പർ മുഖേന ഒരു തിരഞ്ഞെടുപ്പ് നടന്നത്. അത് BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെയും ബാലറ്റ് പേപ്പർ മുഖേന തിരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു കോൺഗ്രസിന്റെ ആവശ്യപ്രകാരം. അവിടെയും കോൺഗ്രസിന് 16 നിലയിൽ പൊട്ടുന്ന അവസ്ഥയായിരുന്നു കാര്യങ്ങൾ. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് തന്നെ ബാലറ്റ് പേപ്പറിൽ തിരഞ്ഞെടുപ്പ് നടത്തി കോൺഗ്രസ് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു.